നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആരെങ്കിലും വിളിക്ക് രാജു. വേണ്ടേച്ചി. രാജു, നീ വർമ്മ സാറിനെ ഫോൺ ചെയ്യും. വർമ്മ സാർ SP സാറിനെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ അവിടെ തീരും നിന്റെ കേസൊക്കെ. പോലീസുകാർക്ക് മനസ്സിലായി കാണില്ല. വേണോട്ടാ, രാജു എവിടെ? അവനെ വിടാൻ പറ്റില്ല എന്ന് SI പറയണേ. നിങ്ങൾ ഒറ്റയ്ക്കാണോ പോയത്? ആ മെമ്പറെ വിളിച്ചോണ്ട് പോവാന്നല്ലേ പറഞ്ഞത്? മെമ്പറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവര് ഞങ്ങള് പറയുന്നത് കേൾക്കാൻ പോലും സമ്മതിച്ചില്ല. എന്താ അറിയുക മാഡം, ഇത്രയും നാള് കൂടെ നിന്നിട്ട് പ്രതാപൻ സാർ ഇത്രയും നേരമായിട്ടും രാജുവിന് വേണ്ടി ഒരു ഫോൺ കോൾ പോലും ചെയ്യാത്തത്. ഞാനിങ്ങനെയൊന്നുമല്ല കേട്ടോ വർമ്മ സാറിനെ പറ്റി വിചാരിച്ചത്. എന്റെ മകൻ ചങ്ക് കുറച്ച് കൂടെ നിന്നിട്ടും ഒരാപത്ത് വന്നപ്പോ വർമ്മ സാർ അവനെ മറന്നു. വലിയ വലിയ ആൾക്കാരൊക്കെ അങ്ങനെയാണല്ലോ. സാരമില്ല, ഞങ്ങളുടെ കൂടെ ദൈവമുണ്ട്. എന്റെ മകന് ഞാൻ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരും. അങ്കിൾ, അച്ഛന് തെറ്റിദ്ധരിക്കല്ലേ, എല്ലാം എന്റെ തെറ്റാണ്. അച്ഛനും രാജുവിനും വേണ്ടി പോലീസ് സ്റ്റേഷനിൽ വിളിക്കാനാവില്ല. സത്യത്തിൽ രാജു ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്താ മോളെ പറയുന്നത്? സത്യരാധമ്മ, ആക്സിഡന്റ് ഉണ്ടാക്കിയത് രാജു അല്ല, പിന്നെ ഞാന്. ഞാൻ കാർ ഓടിച്ചപ്പോഴാ ആക്സിഡന്റ് ഉണ്ടായത്. എനിക്ക് വേണ്ടിട്ട് രാജു പോലീസിന് പിടികൊടുത്തത്. മഹാഭാവി, ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടേ ഈ വീട്ടിലേക്ക് കയറി വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? രമ്യേ, അരുത്. എന്റെ മകൻ ചെയ്തതാ ശരി. ഇത്രയും നേരം അവനെ ഓർത്ത് എന്റെ നെഞ്ചു നീറുകയായിരുന്നു. ഇപ്പൊ എനിക്ക് സമാധാനായി. എന്റെ മകനെ ഓർത്ത് എനിക്ക് അഭിമാനമുണ്ട്. അവനാണ് ശരി. പ്രതികാമാർച്ചനൊന്നും പറയണ്ട. അങ്കിളൊന്ന് വെറുതെ ഇരിക്കേ. ഞാനിത് ഇവിടെ കൊണ്ടൊന്നും തീർക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ കണ്ട മന്ത്രിയുടെ മകൾക്ക് വേണ്ടി എന്റെ രാജു ജയിലിൽ കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ സ്റ്റേഷനിലേക്ക് പോവാ. നടന്ന കാര്യങ്ങൾ ഞാൻ അവിടെ അറിയിക്കും. ഞാനും അത് പറയാൻ വേണ്ടിയാ ഇവിടേക്ക് വന്നത്. ഞാൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷ രാജു അനുഭവിക്കുന്നത് ശരിയല്ല. എനിക്ക് രാജുവിന് പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തിറക്കണം. രാജുവിന്റെ പേരിൽ FIR എഴുതുന്നതിന് മുൻപ് രാജുവിനെ ഈ പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടുത്തണം. അതിനുവേണ്ടി ഞാനാണ് ആക്സിഡന്റ് ഉണ്ടാക്കിയതെന്ന് പറയാൻ പോലും ഞാൻ തയ്യാറാ. സത്യാണോ നീ പറയുന്നേ? അതെ. എങ്കി ഞാനും നിന്റെ കൂടെ വരാം. ഞാനും വരാം മോളെ. വേണ്ടങ്ങളെ, ഇത് ഞാൻ നോക്കിക്കോളാം. മോളെ, ഹൃദയ മോളെ കൊണ്ട് താനാണ് ആക്സിഡന്റ് ഉണ്ടാക്കിയതെന്ന് പോലീസ് സ്റ്റേഷനിൽ പറയിപ്പിച്ച അത് ചിലപ്പോ രാജുവിന്. ഇല്ലമ്മേ, ഞാൻ തീരുമാനമെടുത്തിട്ടാ വന്നിരിക്കുന്നത്. ഋതിക, രാജുവിനെ എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന പറയുന്നത്? ഒരു ആക്സിഡന്റ് സംഭവിച്ചെന്നല്ലേ ഉള്ളൂ. ആക്സിഡന്റിൽ ആള് മരിച്ചിട്ടൊന്നുമില്ലല്ലോ. പിന്നെന്താ രാജുവിനെ എപ്പോഴും സ്റ്റേഷനിൽ തന്നെ പിടിച്ചു വെച്ചിരിക്കുന്നത്? ജാമ്യത്തെ പുറത്തുവിടാവുന്നതല്ലേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് പരസ്പരം പറയാവുന്നേ ഉള്ളൂ രമ്യ. ആ സ്റ്റേഷനിൽ നിയമമൊന്നും അല്ല നടപ്പിലാക്കുന്നത്, കൈക്കൂലിയും അഴിമതിയോ. ഋതികയോട് SIയോ മറ്റോ കൈക്കൂലി വല്ലതും ചോദിച്ചോ? എന്നോട് അവരാരെങ്കിലും നേരിട്ട് ചോദിക്കുമെന്ന് രമ്യ കരുതുന്നുണ്ടോ? അത് പിന്നെ ഞാനും അത് തന്നെ ചിന്തിച്ചേ. തീക്കട്ടയിൽ ഉറുമ്പരിക്കൂ. അതിന് അച്ഛൻ ഈ വിവരം അറിഞ്ഞിട്ടില്ലല്ലോ.
ഇതില് ഇടപെട്ടിട്ടില്ലല്ലോ. ഇടപെട്ടിരുന്നെങ്കിൽ നീ പറഞ്ഞതുപോലെ തീക്കട്ടയില് ഉറുമ്പരിക്കില്ലെന്ന് കരുതി സമാധാനിക്കായിരുന്നു. അല്ല, ഇപ്പൊ എന്ത് ചെയ്യാന്നാ പറയുന്നേ? ഋതു അത് പറയും. അച്ഛൻ ഇതിൽ ഇടപെടുത്താത്ത സ്ഥിതിക്ക് ഞാനായിട്ട് തന്നെ രാജുനെ പുറത്തിറക്കാനുള്ള നീക്കങ്ങൾ നടത്താൻ പോവാ. ഋതിക കൈക്കൂലി കൊടുക്കാൻ പോവാണോ? ഞാൻ ചിന്തിക്കുന്നത് മറ്റൊരു വഴിയാ. ആക്സിഡന്റിൽ അകപ്പെട്ട ആളെ ഞാൻ കാണാൻ പോവാ. കുറച്ച് സ്വർണവും പണവും ഞാൻ കരുതിയിട്ടുണ്ട്. അത് അയാൾക്ക് കൊടുക്കും. അതിൽ കൂടുതൽ എന്തെങ്കിലും അയാൾ ആവശ്യപ്പെട്ട അതും കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ അയാളെ സമാധാനിപ്പിക്കും. എന്നിട്ട് അയാളെ കൊണ്ട് എങ്ങനെയെങ്കിലും പരാതി പിൻവലിപ്പിക്കും. കേസില്ലാന്ന് പോലീസുകാരോട് പറയിപ്പിക്കും. അയാൾ അങ്ങനെ കേസ് പിൻവലിച്ച രാജു രക്ഷപ്പെടില്ലേ? കേസില്ലെങ്കിൽ രാജുവിനെ സ്റ്റേഷനിൽ പിടിച്ചു വെക്കാൻ പോലീസുകാർക്ക് സാധിക്കില്ലല്ലോ. കൊള്ളാം, അതെ, നല്ലൊരു ബുദ്ധിയാ. പക്ഷേ അതിനു മുൻപ് സ്റ്റേഷനിൽ ചെന്ന് SIയോടൊന്ന് സംസാരിക്കണം. അപകടത്തിൽപ്പെട്ട ആൾക്ക് നേരായ വഴിക്ക് നഷ്ടപരിഹാരം കൊടുത്ത് കേസ് കോംപ്രമൈസ് ചെയ്യിക്കാൻ പറ്റുമെന്നൊന്ന് ചോദിക്കണം. SI അത്തരം ഒരു കോംപ്രമൈസിന് മുൻകൈ എടുക്കൂ? അത് സംസാരിച്ചില്ലല്ലേ അറിയൂ. ഞാൻ ഏതായാലും SIയെ കാണാൻ പോവാ. ഋതു ഋതു എന്തായാലും തനിച്ച് സ്റ്റേഷനിൽ പോണ്ട, ഞാനും കൂടി വരാം. അവിടെ നമ്മുടെ മഞ്ജു ചേച്ചി ഉണ്ടല്ലോ, ചിലപ്പോ മഞ്ജു ചേച്ചിക്ക് നമ്മൾ സഹായിക്കാൻ പറ്റും. ആ രാജു, ദാ, ചേച്ചി ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്, കഴിക്കും. ഏയ് വേണ്ട ചേച്ചി. അതെന്താ, നിരാഹാരോ? ഏയ് നിരാഹാരമൊന്നുമില്ല, എനിക്ക് വിശപ്പില്ല. ദാ, ആരെങ്കിലും വിളിക്ക് രാജു. വേണ്ട ചേച്ചി. രാജു, നീ വർമ്മ സാറിനെ ഫോൺ ചെയ്യും. വർമ്മ സാർ SP സാറിനെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ അവിടെ തീരും നിന്റെ കേസൊക്കെ. രാജു, എന്താ ചേച്ചി? നീ സത്യം പറയും. എന്ത് സത്യം? എന്താ ഉണ്ടായെന്ന് പറ രാജു. അതല്ലേ ഞാൻ പറഞ്ഞത്. നീ പറഞ്ഞത് കള്ളോ രാജു? നിന്റെ മുഖം കണ്ട എനിക്കതറിയാം. എത്ര കാലമായി കാണുന്നതാ നിന്നെ ഞാൻ. നീ അത്ര അശ്രദ്ധമായിട്ട് വണ്ടി ഓടിക്കില്ലെന്ന് എനിക്കറിയാം. വളരെ വേണ്ടപ്പെട്ട ആരെയോ നിനക്ക് രക്ഷിക്കാനുണ്ടെന്ന് മനസ്സിലായി. ചേച്ചി കാണിക്കുന്ന ഈ കരുണയ്ക്ക് എനിക്ക് നന്ദിയുണ്ട്. ഭക്ഷണമായിട്ട് വന്നപ്പോ ഞാൻ എൻ്റെ അമ്മയാ ഓർമ്മിച്ചത്. എപ്പോഴെങ്കിലും നീ നിന്റെ കുടുംബത്തെ ഓർത്തല്ലോ. നീ ഈ ലോക്കപ്പിൽ കിടക്കുമ്പോ പുറത്ത് എന്താ നടക്കുന്നതെന്ന് അറിയുന്നുണ്ടോ? എന്താ ചേച്ചി? ലോക്കപ്പിൽ കിടക്കുമ്പോ ആ സങ്കടവും കൂടി നിനക്ക് തരണ്ടെന്ന് കരുതിയാ പറയാത്തത്. ചേച്ചി കാര്യം പറ. അത് ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.